ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കടല കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടണ നല്ല രുചിയുള്ള ഒരടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് കടലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ കടലയൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത ശേഷം 4 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. 4 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും തന്നെ നമുക്ക് ഈ കടലയൊക്കെ നന്നായി തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ടാവും. ഇനി ഈ എക്സ്ട്രാ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ. ഇത് പേസ്റ്റ് പോലെയൊന്നും നമുക്ക് അരഞ്ഞു കിട്ടേണ്ട, ചെറിയ ചെറിയ തരിയായിട്ട് തന്നെയാണ് കേട്ടോ അരച്ചിട്ടെടുക്കേണ്ടത്. അതുപോലെ അരച്ചെടുക്കാനായിട്ട് ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത്. നമുക്കിത് അരഞ്ഞു കിട്ടാനായിട്ട് പാകത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതിയാകും. ഈ ഒരു കടലയുടെ കൂട്ടിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവും പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിൽ നല്ലോണം നനവൊക്കെ തോന്നുവാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കടലമാവ് കൂടുതലായിട്ട് ചേർത്താൽ മതി കേട്ടോ. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു കടല മിക്സ് ഇതിലേക്ക് വെച്ച് കൊടുത്ത ശേഷം കൈ വെച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇത് 2 സൈഡിൽ നിന്നും നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കണേ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം ഈ വെള്ളമൊക്കെ ചൂടായി വരുന്ന സമയത്ത് പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ എണ്ണയും പിന്നെ നമ്മളിപ്പോൾ കെട്ടിയെടുത്തിട്ടുണ്ടായിരുന്ന കടലയുടെ ആ ഒരു കൂട്ടും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് മൂടി വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ്, അപ്പോഴേക്കും ഇത് നമുക്ക് നന്നായി തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഈ കടലയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളിവിടെ തയ്യാറാക്കുന്നത് കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ ഈ കടലയൊക്കെ വെന്ത വെള്ളമില്ലേ, ഇത് കളയണ്ട. ഇത് നമുക്ക് കറി തയ്യാറാക്കുമ്പോൾ ഉപയോഗിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഈ കടലയൊക്കെ ചൂട് പോകാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ചൂട് പോയി കഴിഞ്ഞാൽ നമുക്കിത് അഴിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടെടുക്കാം. ഇതിന് നമുക്ക് എത്ര വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടെടുക്കാനാണ് ഇഷ്ടം, അതിനനുസരിച്ചിട്ട് ഇത് മുറിച്ചിട്ടെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഞാൻ കുറച്ച് വലുതായിട്ട് ഈ ഒരു പാകത്തിലാണ് ഇത് മുറിച്ചിട്ടെടുക്കണത്. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു കടലക്കറി തയ്യാറാക്കാനായിട്ട് ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തിട്ട് തയ്യാറാക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ആ ഒരു നാടൻ ടേസ്റ്റ് ഈ ഒരു കടലക്കറിക്ക് കിട്ടുക. ഇനി ഇതിലേക്ക് 2 ചെറിയ കഷ്ണം കറുവപ്പട്ടയും 3 ഗ്രാമ്പൂവും 1 ബിരിയാണി ഇലയും വലിയൊരു സവാള ഇതുപോലെ അരിഞ്ഞെടുത്തതും നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ 1-2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാം. ഇനി സവാളയുടെ ഷെയ്ഡൊക്കെ മാറി വരുമ്പോൾ ഇതിലേക്ക് പാകത്തിനുള്ള പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് പോണ വരെ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ഈ കടലയൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന വെള്ളമില്ലേ, അതാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കണത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കടല കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും നമുക്ക് എത്രത്തോളം ചാറ് വേണോ അതിനനുസരിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാനായിട്ട് മറന്നുപോലെ. അതുപോലെ ഈ സമയം ഉപ്പ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണേ. ഇനി ഇത് മൂടി വെച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണവരെ നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയം നമുക്ക് വേണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ചേർക്കുവാണെങ്കിൽ നമ്മുടെ ഈ കറിക്ക് ഒന്നുകൂടെ നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ വറുത്തെടുത്തിട്ടുള്ള കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ചുവന്നുള്ളിയുമാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ ഈ ഒരു കടലക്കറി. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഈ ഒരു കടല കഷ്ണങ്ങൾ കഴിക്കാനായിട്ട് തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഈ കടലയിലേക്ക് ഇഞ്ചിയും പച്ചമുളകും പെരിഞ്ചീരകവും ഒക്കെ ചേർത്ത് അരച്ചത് കൊണ്ട് തന്നെ ആ ഒരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ ഈ ഒരു കഷ്ണത്തിൽ മുന്നിട്ട് നിൽക്കുക. നമ്മളെല്ലാവരും തന്നെ എപ്പോഴും ഒരേ രീതിയിൽ തന്നെയല്ലേ കടലക്കറിയൊക്കെ വെക്കുക. ഇനി ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു തവണ ഈ ഒരു രീതിയിലും കടലക്കറി ഒന്ന് തയ്യാറാക്കി നോക്കണേ.
അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കൂടുതൽ നല്ല റെസിപ്പീസിനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. താങ്ക്